കുറുകിയ ചാറോട് കൂടിയ മീൻകറി ഇഷ്ടമില്ലാത്ത മലയാളികൾ ആരാലേ ഉള്ളത്. നല്ല കുറുകിയ ചാറുള്ള മീൻകറിയും നല്ല അടിപൊളി പച്ചക്കപ്പയും കൂടെ കൂട്ടി കുഴച്ച് തിന്നാൻ നല്ല അടിപൊളി ടേസ്റ്റാല്ലേ. അപ്പോൾ നമുക്കൊന്നൊരു ചൂരക്കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കി ചൂര കഷ്ണങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പച്ചമുളക്, കുടംപുളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും സംഭവങ്ങളാണ് നമുക്കിനകത്ത് ചേർക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി നല്ല അടിപൊളിയായിട്ട് ചൂടായി വരണം കേട്ടോ. തീ അധികമായിട്ടുണ്ടെങ്കിൽ ചട്ടി പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണയുടെ കൂട്ടത്തിൽ 2 കുട്ടന്മാരെയായിട്ട് നമ്മൾ ഇട്ട് പൊട്ടിക്കാൻ പോകുന്നത്. ഒന്ന് കടുകിനെയും അതുപോലെ തന്നെ ഉലുവേനെയും കേട്ടോ. 2 അടിപൊളി ടേസ്റ്റാട്ടോ നമുക്ക് തരുന്നത്. അപ്പോൾ രണ്ടും കൂടി ഇട്ട് നമുക്ക് അടിപൊളിയായിട്ട് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാവേ. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചുമന്നുള്ളി ഇട്ട് കൊടുക്കുന്നവരും ഉണ്ട്. ചുമന്നുള്ളി ഇട്ടാലും നല്ലതായിരിക്കും കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിലെ. അതിനുശേഷം നമുക്ക് ഇട്ട് കൊടുക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ കേട്ടോ. ഇത് നല്ല അടിപൊളിയായിട്ട് മൂക്കണം കേട്ടോ. അതിന് മൂക്കുന്നതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ തീ അധികം ആയതുകൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇച്ചിരി വെള്ളം ഒഴിച്ച് മുളക് മൂക്കുന്ന വരെ നല്ല അടിപൊളിയായിട്ട് ഇളക്കി നല്ല സെറ്റാക്കി എടുക്കണം കേട്ടോ. നല്ല ചുമന്ന കളറൊക്കെ കിട്ടണമെങ്കിൽ നല്ലോണം മുളക് മൂത്താലേ നമുക്ക് ചുമന്ന കളർ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് അത് മൂപ്പിച്ച് ഒരു 10-15 മിനിറ്റ് നമ്മളങ്ങനെ മൂപ്പിക്കണം കേട്ടോ. ഏകദേശം നമുക്ക് സമയമില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്തിട്ട് പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് മുളകൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മൂത്ത് വന്നതിനകത്തേക്ക് നമുക്കിനി ഓരോരോ സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ തെളിയുന്ന വരെയാണ് നമ്മൾ മൂത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 കുടംപുളി, നല്ല മുഴുത്ത കുടംപുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇട്ട് കൊടുത്തു. പച്ചമുളക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനുകൾ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മീനും ഇട്ട് കൊടുത്തു. അതിനുശേഷം ജസ്റ്റ് വെള്ളം വേണ്ടവർക്ക് വെള്ളം ഒഴിക്കാം. പക്ഷേ ഞാൻ ഇതിനകത്ത് തേങ്ങാപ്പാൽ എന്നൊരു സംഭവം ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അധികം വെള്ളം വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കുട്ടപ്പന്മാരെ എല്ലാം അങ്ങ് മൂടി അങ്ങോട്ട് വെക്കാം. എന്നിട്ട് മൂടി നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അടിപൊളി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം പുളിയുണ്ട്, നല്ല എരിവും ഉണ്ട് കേട്ടോ. നല്ല എരിവുള്ള മുളക് കേട്ടോ ഞാൻ കീറിയിട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഓപ്ഷനിലാണ് കേട്ടോ. നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിലും വേണ്ട കേട്ടോ. പക്ഷേ എനിക്ക് തേങ്ങാപ്പാൽ ഇച്ചിരി ചാറുള്ളതാണ് ഇഷ്ടം. പിന്നെ കുറുകിയൊക്കെ ഇരിക്കുന്ന ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഇച്ചിരി തേങ്ങാപ്പാൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കളർ പോകുന്നോർത്ത് ആരും പേടിക്കണം കേട്ടോ. ഒട്ടും കളറൊന്നും പോകുന്നില്ല. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നതല്ല കേട്ടോ. മൺചട്ടിക്കകത്ത് നമ്മൾ വെച്ചേക്കുന്നത് കൊണ്ട് എന്താ പറയുക, തീയെല്ലാം കെടുത്തി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നല്ല കളറിലായിട്ടിരിക്കും കേട്ടോ. നമ്മളിതുണ്ട് ഇത് ഏകദേശം ഈ ഒരു സെറ്റിൽ അങ്ങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുളിയും ഉപ്പും എല്ലാം കറക്റ്റാണോ നോക്കണം കേട്ടോ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ അതിന് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുക്കണം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.